പ്രകാശത്തിന്റെ അമൂല്യമായ ഹൃദയത്തിന്റെ ഭാഗമായ സൗന്ദര്യത്തിന്റെ എല്ലാമായ മദീനയുടെ നെയ്യുടമേ, ഹൃദയത്തിന്റെ ഭാഗമേ, 220 കോടി മുസ്ലിമാന്റെ ആവേശത്തിന്റെ ആഴക്കടലിൽ വല്ലാത്ത മാറ്റത്തിന്റെ തിരമാല തീർത്ത നേതാവ്, മദീനയുടെ വല്ലാത്ത കുളിർതരുന്ന നിലാവ്, എല്ലാമെല്ലാമായ മദീനയുടെ മുത്തേ സത്തേ ഹൃദയത്തിന്റെ ഭാഗമേ മുഹമ്മദ് റസൂലുള്ളാഹ്. നിന്റെ മക്കളെക്കാൾ, നിന്റെ ഉമ്മയെക്കാൾ, നിന്റെ മാതാവിനേക്കാൾ, നിന്റെ പിതാവിനേക്കാൾ, നിന്റെ ഭാര്യയെക്കാൾ, നിന്റെ സന്താനത്തെക്കാൾ സ്നേഹിക്കപ്പെടേണ്ടത് മദീനയിലായ നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗം, നമ്മുടെ എല്ലാമായ ആവേശം. നാളെ എല്ലാവരും കൈയ്യുമ്പോൾ നമ്മളെ റെക്കമെൻഡ് ചെയ്യുന്ന നേതാവ്, ശുപാർശയുടെ എല്ലാമായ ത്വരീഖിന്റെ വഴികാട്ടി, എല്ലാമായ ഹൃദയത്തിന്റെ ഭാഗമായ നബി, നമ്മുടെ എല്ലാമായ മുത്ത് ഹബീബ, നമ്മെ നാമാക്കി മാറ്റിയ മുത്ത് ഹബീബ. അതേ നാളെ എല്ലാവരും നമ്മളെ കൈയ്യുമ്പോ എന്റെ ഉമ്മത്തി എന്ന് പറഞ്ഞ് ഓരോ ശഖ്സിയത്തിനെയും ഓരോ വ്യക്തികളെയും അതാ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവരെ കയറ്റിയാലേ ഞാൻ കയറുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന വഴിയുടെ താരകമേ, നമ്മുടെ എല്ലാമായ നേതാവേ മുഹമ്മദ് റസൂലുള്ളാഹ്. ആര് വെറുത്താലും, ആര് എതിർത്താലും, ആര് തള്ളിയാലും, ആര് കൊണ്ടില്ലെങ്കിലും നമ്മെ എല്ലാമാക്കുന്ന നേതാവ്, മദീനയുടെ താജ്, നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാമായ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആരെയും ഇഷ്ടപ്പെടുന്ന നേതാവ്, ആരുടെയും കവർന്നെടുക്കുന്ന നേതാവ്, നമ്മുടെ എല്ലാമായ നേതാവ്, മദീനയുടെ താരകമായ നേതാവ്, നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ തുടുപ്പുകളുടെയും ആവേശമായ നേതാവ്. അതേ റസൂലുള്ളാഹി പറഞ്ഞു, ലോകത്തുള്ള മുഴുവൻ ഈമാൻ അതാ മദീനയിലേക്ക് മടങ്ങും, പാമ്പതിന്റെ മാടത്തിലേക്ക് മടങ്ങുന്നത് പോലെ മദീനയിലേക്ക് മടങ്ങും അർശഗുരു മുഹമ്മദ് മുസ്തഫ. സഹാബത്തിനെ ഒന്നടക്കം വല്ലാത്ത ആവേശം കൊള്ളിച്ച നേതാവ്, അനുയായികളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പഠിപ്പിച്ച നേതാവ്, എങ്ങനെ ആനയിക്കണമെന്ന് പഠിപ്പിച്ച നേതാവ്. ആ പ്രവാചകനെ കുറിച്ച് എത്ര വർണ്ണിച്ചാലും എഴുതിയാലും, മധുകീർത്തനങ്ങൾ നടത്തിയാലും, ഗദ്യങ്ങളും പദ്യങ്ങളിലൂടെ ആ രചനകൾ നടത്തിയാലും തീരാത്ത നേതാവ്. അതേ ഹബീബായ അല്ലാഹുവിന്റെ ഹബീബായ നേതാവ് മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹ്. ആരോർത്താലും ആവേശത്തിന്റെ സിന്ദാബാദം രാഷ്ട്ര തമ്പുരാക്കന്മാർക്ക് വിളിക്കുന്നുവെങ്കിൽ അതൊക്കെ നിഷ്ഫലമാകും. മുത്ത് ഹബീബിലേക്ക് വിളിക്കൂ മുഹമ്മദ് റസൂലുള്ളാഹ്. ശത്രുക്കൾ പോലും അതേ ആവേശത്തിന്റെ സ്വഭാവത്തിന്റെ മറുകടത്തിലേക്ക് ചിന്തിച്ചു പോയത് നബിയുടെ സ്വഭാവ മഹിമ, ജീവിതം, ദർശനത്തിന്റെ ആദർശമുള്ള വല്ലാത്ത അനുഗ്രഹത്തിന്റെ പടപ്പാട്ടുള്ള നേതാവ്, തേജോജ്വലനായ നമ്മുടെ എല്ലാമായ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്.